രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിക്കുന്നതിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ച അമീർ ഖാനെ കടന്നാക്രമിച്ച് ബിജെപിയും ശിവസേനയും രംഗത്ത്. അമീറിനെ എതിർത്തും അനുകൂലിച്ചും പലരും രംഗത്ത് വന്നതോടെ അസഹിഷ്ണുതയെക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് മുംബൈയിലെ ചൂടൻ ചർച്ച. ഇന്ത്യയിൽ അസഹിഷ്ണുതയും അരക്ഷിതാവസ്ഥയും വർദ്ധിച്ചു വരികയാണെന്ന് പറഞ്ഞ പ്രശസ്ത നടൻ ആമിർ ഖാനെതിരെ ബിജെപിയും ശിവസേനയ്ക്കും പുറകെ അനുപം ഖേറും രംഗത്ത്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആമിർ പറഞ്ഞതെന്നും അനുപം ഖേർ പറഞ്ഞു. ഇന്ത്യ അസഹിഷ്ണുതയുടെ രാജ്യമായി മാറിയത് എപ്പോഴാണെന്ന് ആമിർ വ്യക്തമാക്കിയാൽ കൊള്ളാമെന്നും അനുപം ഖേർ പറയുന്നു. ആമിർ ഖാനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ കൊണ്ട് സജീവമാണ് നഗരം. പ്രത്യേകിച്ച് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള ഒരു ചുറ്റുപാടാണ്, ഒരു അറ്റ്മോസ്ഫിയറാണെന്ന് നിലകൊള്ളുന്നത്. പ്രത്യേകിച്ച് പശുയിറച്ചി കഴിക്കാൻ പാടില്ല, വാപ്പസി. അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ എനിക്കും തോന്നുന്നുണ്ട് ശരിയാണെന്ന് തന്നെ തോന്നുന്നുണ്ട്. അത് പലർക്കും ഗവൺമെൻറ് തലത്തിൽ വരെ അത് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അവർക്കും അങ്ങനെ തോന്നി തുടങ്ങിയതുകൊണ്ടായിരിക്കാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് ശരി തന്നെയാണ്. നമുക്ക് പണ്ടൊക്കെ അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ അത് കൂടുതലായിട്ട് മനുഷ്യർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അദ്ദേഹം ഇത്ര വലിയൊരു സ്റ്റാറാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റ് പത്രക്കാരോ മീഡിയകളോ അങ്ങനെ ഏറ്റുപിടിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതൊരു സത്യമായ ഒരു അവസ്ഥ തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്നെനിക്ക് തോന്നുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്ത് വർഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ച ആമിർ ഖാന്റെ അതേ സാഹചര്യത്തിലൂടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താനും കടന്നുപോയിട്ടുള്ളതായി ഓസ്കാർ അവാർഡ് ജേതാവും സംഗീത സംവിധായകനുമായ AR റഹ്മാൻ പറഞ്ഞു. മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ രാജ്യം അസഹിഷ്ണുതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കപ്പുറം ഇന്ത്യയുടെ മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടതും ജനങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്തേണ്ടതും ഭരണാധികാരികളുടെ ചുമതലയാണ്.